ഹായ്. റൈസ് കുക്കർ രാവിലെ ഫുഡ് കൊണ്ടുപോകേണ്ടവർക്ക് ചോറ് വയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഒരു 17 വർഷമായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന റൈസ് കുക്കറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളൊക്കെ ചെറുതായിട്ട് കിഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഇനിയിപ്പം ഒന്ന് മാറ്റി വാങ്ങണം. ഇതിൻ്റെ ഈ പുറത്തുള്ള വാഷറും അകത്ത് വയ്ക്കുന്ന വാഷറും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. മിക്കവാറും ഉള്ളവർക്കും അതിനകത്തെ വാഷർ ചൂട് കൊണ്ട് കലത്തിൽ ഒട്ടിപ്പിടിച്ച് ഗ്യാസിൽ വെക്കുമ്പോൾ അത് തീ കത്തുമ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത്. ഞാൻ അതിലേക്ക് ഒരു ഷീറ്റ് പേപ്പർ കട്ടിക്ക് മടക്കി വെച്ച് അതിലേക്ക് നമ്മുടെ ചൂട് പാത്രങ്ങളൊക്കെ വെക്കുന്ന സാധാരണ റിങ് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റൈസ് കുക്കറിൽ ചോറ് മാത്രമല്ല വെക്കാൻ പറ്റുന്നത്, ചെറുപയർ, കടല, വൻപയർ ഇതെല്ലാം വേവിച്ച് വെക്കാം. ഞാൻ വൻപയർ വേവിച്ച് അതിലേക്ക് ഒരു ചെറിയ പാത്രത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് കൊച്ചു പാത്രങ്ങളൊക്കെ അതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിന് മുകളിലേക്ക് തന്നെ ഞാൻ മത്തങ്ങ കൂടി തിളപ്പിച്ച് വെക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും. സ്റ്റീൽ പാത്രങ്ങളും ചെറിയ പാത്രങ്ങളുമൊക്കെ നമുക്ക് റൈസ് കുക്കറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മുട്ട തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരുന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. ഇത് ഞാൻ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ കുറച്ച് അരി ആട്ടി വെച്ചിട്ടുള്ളതാണ്. ലേറ്റായിട്ട് ആട്ടി വയ്ക്കുമ്പോഴൊക്കെ മാവ് പുളിച്ച് കിട്ടാൻ താമസിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മാവ് നന്നായിട്ട് പൊന്തി വരും. ഇത് ഞാൻ പാത്രം നിറയെ വെള്ളം വെച്ച് 1 കിലോ അരി തിളച്ചതിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി തിളപ്പിച്ച് വാങ്ങി കുക്കറിൽ വെച്ചിരിക്കുകയാണ്. അരി ഇടുമ്പോൾ പകുതി വെള്ളം വെച്ച് അരിയിട്ട ശേഷം ബാക്കി പകുതി വെള്ളം കലത്തിന് മുകളിൽ മറ്റൊരു പാത്രത്തിൽ വെച്ചാൽ കലത്തിൽ അരി തിളയ്ക്കുന്നതിൻ്റെ ആവി കൊണ്ട് മുകളിലിരിക്കുന്ന വെള്ളം തിളച്ച് കിട്ടും. ആ വെള്ളം തന്നെ നമുക്ക് വീണ്ടും കലത്തിലേക്ക് ഒഴിച്ച് തിളപ്പിച്ച് അരി വാങ്ങി വയ്ക്കാം. വെള്ളം കലം നിറയെ വെച്ച് തിളപ്പിക്കുന്നതിൻ്റെ ഗ്യാസ് ലാഭിക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് റൈസ് കുക്കർ തുറന്നപ്പോൾ കലത്തിലെ ചോറ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. വീണ്ടും നമ്മളതെടുത്ത് ഒന്നുകൂടി തിളപ്പിച്ച് വയ്ക്കണം. തിളയ്ക്കുന്ന കലത്തിൻ്റെ മുകളിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം തുറന്ന് വെച്ചാൽ തിളച്ചു തൂവി അടുപ്പിൽ വീഴുന്നത് ഒഴിവാക്കാം. മാത്രമല്ല അങ്ങനെ തിളയ്ക്കുന്ന വെള്ളം നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അരി തിളയ്ക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. ഒരുപാട് വേവുള്ള അരിയാണെങ്കിൽ തിളപ്പിച്ച് വെച്ച അരിയുടെ ചൂട് കുറയുമ്പോൾ കുക്കറിൽ നിന്നെടുത്ത് ഒന്നുകൂടി തിളപ്പിച്ച് വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്ക് തിളപ്പിച്ചു എന്ന് കരുതി ചോറ് ഊറ്റുന്നതിന് മുൻപ് വീണ്ടും തിളപ്പിക്കാതിരിക്കരുത്. വീണ്ടും തിളപ്പിച്ചില്ലെങ്കിൽ ചോറിലെ വെള്ളം നന്നായിട്ട് വാർന്നു പോകില്ല. മാത്രമല്ല അരി നന്നായിട്ട് വേവുകയുമില്ല. ഇനി നമുക്ക് മുകളിലുള്ള വെള്ളം മാറ്റി വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഊറ്റിയെടുക്കണം. ഞാൻ ആ പാത്രത്തിൽ വെച്ച് തന്നെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കലം റൈസ് കുക്കറിൻ്റെ കൂടെ കിട്ടിയ കലമല്ല കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് റൈസ് കുക്കർ വെക്കാൻ പാകത്തിനുള്ള കലം വാങ്ങിയതാണ്. കുറച്ച് അരി ഇടുമ്പോൾ ചെറിയ പാത്രം യൂസ് ചെയ്യാം. ഞാൻ ചോറ് ഊറ്റിയെടുത്ത് റൈസ് കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അങ്ങനെ ചെയ്താൽ രാത്രി ആയാലും ചോറ് ചൂടോടെ തന്നെ ഇരിക്കും. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ അടച്ച് റൈസ് കുക്കറിൽ വെക്കുകയാണ് ചെയ്യാറ്. ചോറ് വിളമ്പിയ ശേഷം വൈകുന്നേരം അധികം വരുന്ന ചോറ് അതിൽ തന്നെ വെച്ചിരുന്നിട്ട് ചോറിനടിയിൽ ആവി കൊണ്ടുള്ള ചെറിയ വെള്ളം നനവുണ്ടാവും. അങ്ങനെ ഇല്ല എങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ മറ്റോ ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് അടുപ്പിൽ വെച്ച് നല്ല ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കുക. ചോറ് ഫ്രിഡ്ജിൽ വെച്ചും തിളപ്പിച്ചൂറ്റിയും എടുക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അകത്ത് വയ്ക്കുന്ന വാഷർ കലത്തിന് ചുവട്ടിൽ ഒട്ടിപ്പിടിച്ച് അത് ബർണറിൽ ഉരുകി പിടിക്കുന്നത് സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അങ്ങനെ വന്നാൽ ബർണർ ചൂടോടെ തന്നെ ഒരു പ്ലെയർ കൊണ്ടോ മറ്റോ ഊരിയെടുത്ത് മറ്റേ അടുപ്പിൽ തീ കത്തിച്ച് ഉരുകുമ്പോൾ ഒരു പേപ്പറിലോ തുണിയിലോ തട്ടിക്കളയുക. അല്ലെങ്കിൽ കുറച്ച് പേപ്പർ കത്തിച്ച് അതിലേക്ക് പിടിച്ചു കൊടുത്താലും മതി.